ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിൽ ഈ പരസ്യങ്ങളിൽ മാത്രം കാണുന്നൊരു വികസനം ഉണ്ടായാൽ പോരാ. അതും മട്ട കുരുക്കാത്ത നുണയാണെന്ന് ഈ ഉള്ള സാധാരണക്കാരായ എഴുത്തും വായന അറിയാവുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം. വികസനം ഉണ്ടായിട്ടുണ്ടോന്ന് കേട്ട് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ എന്നാൽ അത് ആ വികസനമൊന്നും ഒരു വികസനമല്ല. കാരണം ഒരു പണി പോലും പൂർത്തിയാക്കിയിട്ടുമില്ല. എല്ലാ പാതി വഴിയിലാണ്. ഈ ആട്ടോ സ്റ്റാൻഡിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ LDF തന്നെ പരിഹരിക്കണം. ഇത് നമ്മളെ കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് സർക്കാരിന് ഒരു ഇതുമില്ലെങ്കിൽ പറഞ്ഞാൽ പിന്നെ എന്താണ് സർക്കാർ? എൻ്റെ പേര് ജോഷി. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ പിണറായി ഭരണത്തിൽ തൃപ്തനാണോ? അതായത് നിങ്ങളുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണുമല്ലോ. സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഗവൺമെന്റിന്റെ LDF സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് എന്താണ്? എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം, ഞാൻ ഈ ഒരു ഭരണത്തിൽ പൂർണ്ണ തൃപ്തനല്ല എന്നുള്ളതാണ്. ഇനി എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയമൊന്നും എനിക്കില്ലാത്ത ഒരാളാണ്. ഇനി ആരൊക്കെ ഭരിച്ചെന്ന് പറഞ്ഞാലും നല്ല ഭരിക്കുന്ന ആൾക്കാർ വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിൽ ഈ പരസ്യങ്ങളിൽ മാത്രം കാണുന്നൊരു വികസനം ഉണ്ടായാൽ പോരാ, പ്രാവർത്തികമാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തുടർ ഭരണത്തിൽ നല്ല നല്ല ആൾക്കാർ വന്ന് ഭരിക്കട്ടെ എന്ന് അറിയിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. പേരെന്താണ്? പത്മകുമാർ. ഇപ്പൊ സാധാരണയായിട്ട് നിങ്ങള് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആൾക്കാരാണ്. തീർച്ചയായും ഒരുപാട് ആൾക്കാര് വണ്ടികളിൽ കയറി യാത്ര ചെയ്യുന്നതാണ്. ജനങ്ങളുടെ പൾസ് എന്താണ്? ഇപ്പോഴത്തെ ഈ ഭരണം മാറണം എന്നുള്ളൊരു ഇതുണ്ടോ? അതായത് ഒരു ദിവസം ഒരു 25 പേരെങ്കിലും ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ പോയി നിന്ന് കഴിഞ്ഞാലും ഈ സർക്കാരിന്റെ ഭരണ മികവിനെ കുറിച്ച് ജനങ്ങളുടെ അടുത്ത് പറയാൻ മടിച്ചിട്ട് അവര് ഈ ഓടുന്ന നമ്മുടെ പൊതു സ്വത്തായ KSRTC ബസിന്റെ 3 ഭാഗത്തും എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. അതും മട്ട കുരുക്കാത്ത നുണയാണെന്ന് ഈ ഉള്ള സാധാരണക്കാരായ എഴുത്തും വായന അറിയാവുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം. അപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ ഇരിക്കുന്ന സവാരിക്കാരൻ്റെ അടുത്ത് ഒരു ചെറിയ ഹിന്റ് ഇട്ട് കൊടുത്താൽ മതി, ഇതിൽ എഴുതിയിരിക്കുന്നത് സത്യമാണോ നുണയാണോ എന്നുള്ളത്. പിന്നെ ബാക്കി അവർ വാതോരാതെ അതിനെക്കുറിച്ച് സംസാരിച്ചോളും. സർക്കാരിൻ്റെ ഭരണ തോൽവിയെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ള കാര്യം, സ്ത്രീ ആയാലും പുരുഷനായാലും സർക്കാർ ജീവനക്കാരനായിരുന്നാലും അത് കൃത്യമായിട്ടും അവർ അത് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തി തരാറുണ്ട്. അതാണ് ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഭരണ നേട്ടം. വികസനം മറ്റ് പബ്ലിസിറ്റിയിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹം മാധ്യമങ്ങളിൽ കൂടെ ആയിരുന്നാലും നമ്മൾ പത്രങ്ങളിൽ കൂടെ ആയാലും TV കൂടെ ആയാലും നമ്മൾ കാണുന്നു, ഈ 10 വർഷം കൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനമോ ഒരു ചെറുകിട വ്യവസായ സ്ഥാപനമോ തുടങ്ങിയതായി നമുക്ക് ഒരു വാർത്താ ചാനലിൽ കൂടെ ഇതുവരെയും അറിവായിട്ടില്ല. പക്ഷേ വികസനം മാത്രമേ ഇവർ പറയുന്നുള്ളൂ, ജനങ്ങൾക്ക് തൊഴിൽ കൊടുത്തെന്ന് മാത്രമേ ഇവർ പറയുന്നുള്ളൂ. എൻ്റെ പേര് സജി. ഈ സർക്കാർ പറയുന്ന പോലെ വികസനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? വികസനം ഉണ്ടായിട്ടുണ്ടോന്ന് കേട്ട് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ എന്നാൽ അത് ആ വികസനമൊന്നും ഒരു വികസനമല്ല. കാരണം ഒരു പണി പോലും പൂർത്തിയാക്കിയിട്ടുമില്ല. എല്ലാ പാതി വഴിയിലാണ്. അതും ജനങ്ങൾക്ക് ഉപയോഗപരമായിട്ടുള്ള വികസനങ്ങളൊന്നും അല്ല ഇവിടെ ഇപ്പൊ നടത്തുന്നത്. അവരുടേതായ എന്താ പറയാ, അവർക്ക് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള നേട്ടം ഉണ്ടാവും. ആ നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വികസനമാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് 10 വർഷം കൊണ്ട് സാധാരണയായി ഒരു ഭരണത്തിൽ 10 വർഷമൊക്കെ കിട്ടിയ നമ്മളിവിടെ സ്വർഗം പോലെ ആവുന്ന ഒരു തരം നമുക്ക് കാണാൻ കഴിയും പല സംസ്ഥാനങ്ങളിലും. പക്ഷെ അതുപോലെ ഇവിടെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഈ LDF ഇപ്പൊ 10 വർഷമായി. ആദ്യത്തെ 5 വർഷം കുഴപ്പമില്ലാത്ത ഒരു ഭരണമായിരുന്നു എന്നുള്ളതിന് ഞാൻ പറയാം. ആദ്യത്തെ 5 വർഷം അവർ കുഴപ്പമില്ലാതെ ഭരിച്ചു. അടുത്ത തുടർ ഭരണം കിട്ടി. അടുത്ത 5 കൊല്ലം ആവാറായപ്പോഴത്തേക്കിനും ഭരണം തീരെ മോശമാണ്. കാരണം ഇവിടെ ഒരുപാട് യുവാക്കള് ജോലിയില്ലാതെ, ഒരുപാട് യുവാക്കള്, അതായത് PSC ലിസ്റ്റിൽ പോലും സർക്കാർ എടുക്കാതെ പുറം നിയമനം ഒരുപാട് നടത്തുന്നുണ്ട്. ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ നടയിലൊക്കെ ഒരുപാട് പയ്യന്മാര് ജോലി ലാസ്റ്റ് സമയം വരെ അവിടെ കിടന്ന് സമരം ചെയ്തിട്ട് പോലും ഈ സർക്കാർ ഇതുവരെ തിരിഞ്ഞു നോക്കുകയോ അവർക്ക് വേണ്ടി ഒരു നിയമനവും നടത്തിയിട്ടില്ല. എന്നാൽ പുറം നിയമനം ഒരുപാട് നടക്കുന്നുണ്ട്. അവർ പറയും PSC അവര് ആളെ എടുത്താൽ മാത്രമേ നിയമിക്കാൻ പറ്റുള്ളൂ. PSC ചുമ്മാ ഇങ്ങനെ എന്താ പറയാ, പരീക്ഷ നടത്തി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനും പ്രയോജനം? എന്തിനാണ് PSC ഇങ്ങനെ പരീക്ഷ നടത്തുന്നത്? ഒരു പ്രയോജനവും ഇല്ല. നമ്മുടെ സർക്കാർ ഇപ്പൊ ഈ 5 കൊല്ലം കൊണ്ട് മാക്സിമം
ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലാണ് പോണത്. ഇനി അവര് അവസാന സ്റ്റേജ് ഇറങ്ങി പോകുമ്പോഴത്തേക്കിന് അടുത്ത സർക്കാർ കയറുമ്പോഴത്തേക്കിന് ഒന്നും വീണ്ടും ജനങ്ങൾ തന്നെയാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് അടുത്ത ഈ സർക്കാർ തന്നെ കയറണം, അപ്പോഴേ അറിയൂ എന്താണ് ഈ ഇനി നടക്കാൻ പോണ പുകിലെന്നുള്ളത്. പേര് വിനോദ് കുമാർ. ഇനിയും ഭരണം LDF തന്നെ ഭരണം വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റും? LDF തന്നെ ഭരിക്കണം. 5 വർഷം ഭരിച്ച് ഇപ്പം ക്ഷേമനിധിയും ഇതെല്ലാം കൊടുത്തതും LDF 5 വർഷം. ഇവിടെ BJP അഴിമതി ഭരണമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. LDF 5 വർഷം കൂടെ 10 വർഷം ഭരിച്ച് പെൻഷനും ബാക്കി എല്ലാവരും നൽകി ഈ പാവങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടും എല്ലാം തീർത്തതാണ്. ഈ 5 വർഷവും ഇനി അടുത്ത 5 വർഷം തുടർ ഭരണമായിട്ട് LDF തന്നെ വരണം. LDF വന്നാലേ ഈ നാടിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആ നാടിനെ രക്ഷിക്കുന്ന LDF ഭരണം തന്നെ വേണം. ഈ ആട്ടോ സ്റ്റാൻഡിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ LDF തന്നെ ഭരിക്കണം. ഈ 5 വർഷം ഇവിടെ BJP കോർപ്പറേഷൻ ഭരിച്ച എടുത്തെന്നും പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിഷയം അവരുണ്ടാക്കുന്നു. പാവങ്ങളെ വഴക്ക് പറയുന്നു, അടിക്കുന്നു. ഇനി LDF തുടർ ഭരണം വന്നാൽ മാത്രമേ നമ്മളെ പോലെയുള്ളവർ പാവങ്ങളെ ആട്ടോ ഓടി ജീവിക്കാൻ പറ്റുള്ളൂ. LDF തന്നെ വരണമെന്ന് കഴിയില്ല. ഈ LDF ഭരണം തന്നെ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് അഭിപ്രായം? നമ്മളെ തെണ്ടിത്തിരിഞ്ഞ് നമ്മളെ ജീവിതം ഒട്ടിച്ചോറായി പോകും ഇനിയാണെങ്കിൽ. കാരണം വെച്ചാൽ സാധാരണക്കാരന് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇവര് കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് ഇപ്പൊ കൊണ്ടുവന്ന ക്ഷേമനിധി ഇല്ലാതെ വണ്ടി ടാക്സ് എടുക്കാൻ പറ്റൂല, മറ്റേതെടുക്കാൻ പറ്റൂല. അതൊക്കെ എന്തുകൊണ്ടാണ്? ആട്ടയ്ക്ക് എന്തിനാണ് ടാക്സ്? ലൈനിൽ ഓർണ ആട്ടയ്ക്ക് എന്തിനാണ് ടാക്സ്? അല്ലെങ്കിൽ ഡ്രൈവറിന് പറയാം, ഡ്രൈവറിന് ക്ഷേമനിധി വേണം, മറ്റേന് വേണം എന്നൊക്കെ പറയാം. ഇത് നമ്മളെ കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് സർക്കാരിന് ഒരു ഇതുമില്ലെങ്കിൽ പറഞ്ഞ പിന്നെ എന്താണ് സർക്കാർ? ക്ഷേമകാര്യങ്ങൾ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യണില്ല, ആർക്കും ചെയ്യണില്ല. ഈ നിൽക്കുന്ന വലിയ കമ്മ്യൂണിസ്റ്റുകാർ അതൊക്കെ എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാൻ പറയാനുള്ള കാര്യം എന്റെ കാര്യമാണ്, എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയാം. ഈ ഒരു സർക്കാർ ഈ 10 കൊല്ലം കൊണ്ട് നമുക്ക് ഒരു കൊടുക്കും ചെയ്തിട്ടില്ല. നമ്മളത് വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു പെറ്റി ആയാലും 2 പേർക്ക് അടിച്ചോണ്ട് ഇറങ്ങിയാലും 10,500 രൂപ പെറ്റി. ഇതൊക്കെ സർക്കാർ നമുക്ക് വരും. അങ്ങനെ ഇപ്പഴും കൊടുത്തില്ല 10 മണി മുതൽ 12 മണി വരെ. അപ്പൊ എന്ത് ചെയ്യും ഇവര്? ആരും ഒന്നും ചെയ്യില്ല. സുഹൃത്തെ, അതാണ് പറയണത്. നമുക്ക് ജനങ്ങളൂടെ നിൽക്കുന്ന ഒരു സർക്കാർ, അത് ആരായാലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും, അതിന്റെ കൂടെ ഞാനും നിൽക്കും. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ.